ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മൾ ഒരുപാട് സൈറ്റിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ എന്നിട്ട് എങ്ങനെ നമ്മുടെ വ്യൂസ് ആണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും വാച്ചേഴ്സ് ആണെങ്കിലും കൂട്ടാം എന്നാണ് പറഞ്ഞുതരാം. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനും വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം, എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എന്റെ വീഡിയോ കാണുന്ന പകുതി പേരും 500 സബ് പോലും തികയാത്തവരാണ് എന്ന് എനിക്കറിയാം. അപ്പൊ അവർക്ക് കൂടുതലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ തന്നെ ആയി മാറട്ടെ. അപ്പോ നിങ്ങളെല്ലാവരും ഓരോ വീഡിയോയുടെ താഴെയും പോയിട്ട് എന്താണ് എനിക്ക് സബ് ചെയ്യണം, ഞാൻ നിങ്ങൾക്ക് ചെയ്യാം, പിന്നെ മുന്നോട്ട് പോകാം, ഒന്നിച്ച് വരാം, ഒന്നിച്ച് കൂടാം, അങ്ങനെ പല പല വേർഷനിൽ എന്താണ് കമന്റ് ഇടാറുണ്ടല്ലേ. ദയവ് ചെയ്ത് അങ്ങനെ ഒരിക്കലും ഇടാൻ പാടില്ല. നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നെയാണ് ദോഷം. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സബിന് വേണ്ടി നിങ്ങൾ അങ്ങനെ കമന്റ് ഇടുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടിയ ഏകദേശം 4-5 സബുകൾ പോയി കിട്ടും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എത്ര തന്നെ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നവർ പറഞ്ഞാലും പക്ഷെ വീണ്ടും വീണ്ടും ആ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമന്റുകൾ അങ്ങനെ ഉണ്ടാവും. എങ്ങനെയെങ്കിലും നമുക്ക് സബായി കിട്ടണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. എങ്ങനെയെങ്കിലുമൊക്കെ സബായിട്ട് ഒരു കാര്യമില്ല. കാരണം നമുക്ക് അതൊരു എന്താ പറയാ, ആവേശത്തിൽ നമ്മൾ ഇങ്ങനെ കമന്റ് ഇട്ട് പോവുകയാണ്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് യൂട്യൂബിന്റെ പോളിസിക്ക് നിരക്കാത്താണ്. ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ പറയാൻ കാരണം പല വീഡിയോയിലും കണ്ടു, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. എന്താണ് ഈ ചേച്ചി ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കേണ്ട. കാരണം എന്റെ വീഡിയോന്റെ താഴെ വന്ന് ഇടണ്ടെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ ഇട്ട് കഴിഞ്ഞ് ഞാൻ അതിൽ ലൈക്ക് ആണെങ്കിലും എന്താണ് പറയുക ലവ് ചിഹ്നം കൊടുത്താലും എനിക്കും അത് ബാധിക്കും. കാരണം നമ്മളും അത് സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് അർത്ഥം. അപ്പോ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് വരുമാനത്തിന് വേണ്ടിയാണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. അല്ലാതെ സബിന് വേണ്ടി മാത്രമാണെങ്കിൽ ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് സബ് മതി, അതിന്റെ സബ് ആയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കണം എന്ന് മാത്രം ഉള്ളൊരു ചിന്താഗതിയാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. അല്ലാതെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സബായിട്ട് ബാച്ചേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ക്യാഷ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. അപ്പോ ഞാൻ അതിനുള്ളൊരു പരിഹാരമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താ പറയാ 1000 സബ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്കിപ്പോ ഒറ്റ ദിവസം കൊണ്ട് വേണമെങ്കിൽ എല്ലാവരെ കൊണ്ടും സബ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. പക്ഷെ അതിലൊരു ത്രില്ലില്ല. നമ്മള് എന്താ പറയാ കഷ്ടപ്പെട്ട് നേടിയാൽ മാത്രമേ അതിനൊരു ത്രില്ല് ഉണ്ടാവുള്ളൂ അല്ലെ. വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് നമ്മൾ ആരോടും എന്താ പറയാ കെഞ്ചാതെ അല്ലെങ്കിൽ ഇടാൻ സബ് ചെയ്യാൻ പറയാതെ തനിയെ സബ് വരുന്നതിലൊരു ത്രില്ലുണ്ട് അല്ലേ. നമുക്ക് നമ്മുടെ വീഡിയോസിന്റെയും നമ്മുടെ ഷോർട്സിന്റെയും ഇഷ്ടം കൊണ്ട് മാത്രം സബ് ചെയ്തിട്ട് സബ് കൂടുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആണ് അടുത്തടുത്ത് വീഡിയോ നല്ല നല്ല രീതിയിൽ ചെയ്യുന്നത്. അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ പോയി പറഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നതും അല്ലാതെ നമുക്ക് കിട്ടുന്നതും വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്കിഷ്ടം നമുക്ക് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചിട്ട് കിട്ടണമെന്നല്ല കേട്ടോ, അല്ലാതെ കിട്ടുന്നതാണ്. പകുതി പേർക്ക് അങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയല്ലേ ത്രില്ലുള്ളത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമ്മൾ ആവേശത്തോടെ വീഡിയോ ഇട്ട് അല്ലെങ്കിൽ ഷോർട്സ് ഇട്ട് നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റിവിറ്റിയോടുകൂടി നമ്മുടെ വീഡിയോ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് സബും വ്യൂസും വാച്ചവേഴ്സും വരുമ്പോഴാണ് നമുക്ക് പിന്നെയും ആവേശം തോന്നുന്നത്. ഞാൻ പറഞ്ഞത് തന്നെ പറയാലോ കേട്ടോ. അപ്പോൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. കാരണം നിങ്ങൾ ബിഗിനേഴ്സ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാതെയാണ്. അപ്പോൾ പഴയ യൂട്യൂബ് ിനൊക്കെ കൂടുതൽ മനസ്സിലാകും. കാരണം ഒരുപാട് സബുകൾ ഇങ്ങനെ പോയിട്ടുണ്ടാവും, സ്പമായി പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് അതിനുള്ളൊരു പരിഹാരം കൂടിയാണ്. പെട്ടെന്ന് നമുക്ക് സബ് ആയി കിട്ടണമെന്നും ആഗ്രഹമുള്ളവർക്ക് വേഗത്തിൽ നമുക്ക് സബാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ബാക്ക് ലിങ്ക് ജനറേറ്റർ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ. അപ്പൊ അതില് എങ്ങനെ നമുക്ക് നമ്മളുടെ വീഡിയോന്റെ അല്ലെങ്കിൽ ഷോർട്സിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മൾ ഒരുപാട് സൈറ്റിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ എന്നിട്ട് എങ്ങനെ നമ്മുടെ വ്യൂസ് ആണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും വാച്ചേഴ്സ് ആണെങ്കിലും കൂട്ടാം എന്നാണ് പറഞ്ഞുതരാൻ പോകുന്നത്. നമുക്ക് ഷോർട്സും ചെയ്യാം, വീഡിയോസും ചെയ്യാം. നമുക്ക് കൂടുതലായിട്ടും വീഡിയോസ് ഇട്ടിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് കൂടുതലും നല്ലത്. കാരണം ഷോർട്സിൽ നല്ല നല്ല ഷോർട്സ് ഇട്ടാൽ മാത്രമേ നമ്മുടെ മുമ്പോട്ട് പോകത്തുള്ളൂ. അല്ലാതെ ഇരുന്നാലും ഷോർട്സിൽ നമുക്ക് മോണിറ്റൈസേഷൻ ഒന്നും ആക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പോ വീഡിയോസ് അങ്ങനെയല്ല. വീഡിയോസ് നമ്മൾ നല്ല നല്ല ഒരു വീഡിയോസ് ഇടുകയാണെന്ന് വെച്ചാൽ ഏകദേശം തുടക്കക്കാരാകുമ്പോൾ 5 മിനിറ്റിൽ കൂടുതലുള്ള വീഡിയോസ് ഒക്കെ ഇടുകയാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റും. നല്ല കണ്ടന്റ് ഉള്ള വീഡിയോസ് നമുക്ക് ജനങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുന്ന കണ്ടന്റ് ഇടുകയാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മോണിറ്റൈസേഷൻ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ വീഡിയോസ് ഒന്നും പലരിലും എത്തുന്നില്ല എന്നായിരിക്കും നിങ്ങളുടെ കംപ്ലൈന്റ്. നോട്ടിഫിക്കേഷൻ പോകുന്നില്ല, അതിന്റെ വീഡിയോ ആരും കാണുന്നില്ല, വ്യൂസ് വരുന്നില്ല, സബ് ആകുന്നില്ല, വാച്ചവേഴ്സ് ആകുന്നില്ല. സബായവർക്ക് വാച്ചവേഴ്സ് ആകില്ല, വാച്ചവേഴ്സ് ആയവർക്ക് സബ് ആകില്ല, വ്യൂസ് ഉണ്ടാകില്ല. എല്ലാം ആയവർക്ക് ചിലപ്പോൾ വ്യൂസ് ഉണ്ടാകില്ല.
മോണിറ്റൈസേഷൻ പോലും ആയവർക്ക് ചിലപ്പോൾ വ്യൂസ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള പരാതികളൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനുള്ളൊരു പരിഹാരമാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു വിചാരിക്കേണ്ട, കാരണം നിങ്ങൾക്ക് മനസ്സിലാകണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. എൻ്റെ വീഡിയോ കാണുന്നവർ സാധാരണക്കാരാണ്, അപ്പോൾ തുടക്കക്കാരാണ്. അവർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ പറയുന്നു എന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ച് സ്പീഡും നമ്മൾ ക്യാമറയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വൈബ്രേഷൻ ഒക്കെ ഉണ്ടാകത്തില്ലേ. കാരണം ഞാൻ ഒരു സെൽഫി പോലും എടുക്കാത്ത ആളാണ്, എന്താ പറയുക, വീഡിയോ ഒന്നും ചെയ്യാത്ത മുമ്പ്. അപ്പോൾ ഇങ്ങനെ വീഡിയോക്ക് മുമ്പിൽ വരുമ്പോൾ ഒരു ചെറിയ ഇതൊക്കെ ഉണ്ട്, വൈബ്രേഷനൊക്കെ ഉണ്ട്. ഇല്ലാന്നൊന്നും പറയുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും പിന്നെ ഹൈപ്പ് എന്നൊരു പുതിയ ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട്, അതും ചെയ്യാൻ നോക്കാം കേട്ടോ. ഹൈപ്പ് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ സൈഡ് സ്ക്രീനിൽ കൊടുക്കാം, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും നമുക്ക് പറഞ്ഞുതരാം ഒന്നുകൂടെ കേട്ടോ. പറഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ, കാരണം പുതിയൊരു ഇതാണല്ലോ, അപ്ഡേറ്റ് ആണ്, അതുകൊണ്ട് ആർക്കും അറിയത്തില്ല. നമ്മൾ പറഞ്ഞു തന്നെ ചെയ്യിപ്പിക്കണം. സൂപ്പർ താങ്ക്സിന്റെ അടുത്തായിട്ട് ഹൈപ്പ് എന്നൊരു ചിഹ്നവും ഹൈപ്പ് എന്ന് എഴുതി കാണിക്കും. അല്ലെങ്കിൽ ഫസ്റ്റ് കമന്റിന്റെ നമ്മൾ കമന്റ് സെക്ഷനിൽ ക്ലിക്ക് ചെയ്യാൻ പാടില്ല, അതിന്റെ സൈഡായിട്ട് 2 ഡോട്ട് കാണും. നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ അതിന്റെ താഴെ ആയിട്ടുള്ള കമന്റിന്റെ സൈഡായിട്ട് 2 ഡോട്ട് കാണും. അതിന് സ്വിപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താ പറയാ, ലെഫ്റ്റ് സൈഡിലേക്ക് സ്വിപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഹൈപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹൈപ്പ് കൊണ്ടുള്ള ഗുണങ്ങളൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹൈപ്പ് പോയിന്റ് കൂടുതൽ കിട്ടുന്നവർക്ക് എന്താ പറയാ, വ്യൂസും കൂടി വരാൻ സാധ്യതയുണ്ട്. സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും വാച്ചേഴ്സ് ആണെങ്കിലും കൂടി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വീഡിയോക്ക് ഒരു ഹൈപ്പ് ചെയ്യാൻ നോക്കുക പറ്റുമെങ്കിൽ. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ പറയണം കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഏകദേശം 10, 58, 60 യൂട്യൂബ് ടിപ്സ് വീഡിയോകളോളം ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചേർത്ത് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. താല്പര്യമുള്ളവർ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. കാരണം തുടക്കക്കാരാകുമ്പോൾ അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്തായാലും. അപ്പോൾ പറ്റുമെങ്കിൽ കാണും. അപ്പോൾ ഞാൻ നമ്മുടെ വീഡിയോന്റെ ലിങ്ക് എങ്ങനെയാണ് ബാക്ക് ലിങ്ക് ജനറേറ്ററിലേക്ക് ഷെയർ ചെയ്യുന്നത് എന്നത് സ്ക്രീൻ റെക്കോർഡ് സഹിതമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. ഓക്കെ, ആദ്യം യൂട്യൂബ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്യുക. നെറ്റ് കുറച്ച് സ്ലോ ആണ്, അപ്പോൾ ഒന്ന് കറങ്ങിയേ വരത്തുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ഓപ്പണായി വരുന്നുണ്ട്. ഇപ്പോൾ വന്നിട്ടുണ്ട്. മാനേജ് വീഡിയോസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീഡിയോസ്, ഷോർട്സ്, ലൈവ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് വീഡിയോസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ വീഡിയോ ആണ് കേട്ടോ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോൻ്റെ എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷെയർ കൊടുക്കുക, എന്നിട്ട് കോപ്പി ലിങ്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് നേരെ ക്രോമിലേക്കോ അല്ലെങ്കിൽ ഗൂഗിളിലേക്കോ പോയിട്ട് യൂട്യൂബ് ബാക്ക് ലിങ്ക് ജനറേറ്റർ വീഡിയോ എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് ഫ്രീ യൂട്യൂബ് ബാക്ക് ലിങ്ക് ജനറേറ്റർ ക്വാളിറ്റി വീഡിയോ ബാക്ക് ലിങ്ക്സ് എന്ന്. nimtools.com വെബ്സൈറ്റിൻ്റെയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കാണിക്കും. അപ്പോൾ മേലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോൻ്റെ കോപ്പി ചെയ്ത ലിങ്ക് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അതിനുള്ള സ്പേസ് ആണ് ഇത് കാണിക്കുന്നത്, അവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എത്ര സൈറ്റിലേക്കാണ് നമ്മുടെ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാണ് കേട്ടോ ഇത്. അപ്പോൾ 57 സൈറ്റിലേക്ക് നമ്മുടെ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആകുമ്പോൾ സക്സസ്ഫുള്ളി എന്ന് കാണിക്കും കേട്ടോ. എനിക്ക് 57 സൈറ്റ്സ് ആണ് കേട്ടോ കാണിക്കുന്നത്. നിങ്ങൾക്ക് കൂടിയും കുറഞ്ഞൊക്കെ ചിലപ്പോൾ ഇരിക്കാം. അപ്പോൾ ഞാൻ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നെറ്റ് കുറച്ച് സ്ലോ ആയതുകൊണ്ടാണ്. അപ്പോൾ ഫിനിഷ് ആയ ശേഷം ബാക്ക് അടിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഓരോ വീഡിയോയിലും ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിലെ ലിങ്ക് എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുകയാണെന്ന് വെച്ചാൽ ഞാൻ അറിയുന്ന വിധത്തിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീഡിയോസിന്റെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും വാച്ചേഴ്സും കൂടി വരും തീർച്ചയായിട്ടും. ചിലപ്പോൾ ഒരു വീഡിയോ ചെയ്തത് കൊണ്ട് മാത്രം നിങ്ങളുടെ വ്യൂസും സബും എന്താ പറയുക വാച്ചേഴ്സും കൂടി വേണമെന്നില്ല. തുടരെ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ ഏത് വീഡിയോ ഇടുന്നുണ്ടെങ്കിലും അതിനിങ്ങനെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അതിന്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ നോക്കുക കേട്ടോ. പിന്നെ വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഒക്കെ ഷെയർ ചെയ്യുക. കാണുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വ്യൂസ് ആണെങ്കിലും സബ് ആണെങ്കിലും വാച്ചേഴ്സ് ആണെങ്കിലും കൂടി വരും. ഏകദേശം ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങളെ എല്ലാം കംപ്ലീറ്റ് ആയി കിട്ടും. മനസ്സിലായോ? അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ എല്ലാം കംപ്ലീറ്റ് ആയി മോണിറ്റൈസേഷൻ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതൊരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും പിന്നെ ഹൈപ്പും സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കാണും. ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.